മുന്നണിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും വിവാദങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയിൽ UDF നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളും ഇതുവരെ UDFന് പരിഹരിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇതിനു പിന്നാലെയാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിക്കുന്ന പഴയ പ്രസ്താവനകളും ഉയർന്നു വരുന്നത്. ഇതിന് പിന്നാലെ തങ്ങൾ കുടുംബം UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് തുടർച്ചയായി ഉണ്ടായ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ വിവാദവും കോൺഗ്രസ് പ്രവർത്തകന്റെ വൈദ്യുതി കെണിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതും അടക്കമുള്ള സംഭവങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്നും തുടരുന്നതായിരിക്കും. ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലാണ് UDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം നടക്കുന്നത്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ ആദ്യഘട്ട പ്രചരണം ഇന്ന് സമാപിക്കും. ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടനം. സ്വരാജിനായി കൂടുതൽ മന്ത്രിമാരും മണ്ഡലത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. ചുങ്കത്തറ പഞ്ചായത്തിലെ ഇന്നത്തെ പര്യടനത്തോടെ കഴിഞ്ഞ ഒരാഴ്ചയെ തുടർന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാകും. കുഞ്ഞാൻപടിയിൽ നിന്നും ആരംഭിച്ച് ഏരാമമുണ്ടയിലാണ് ഇന്ന് പര്യടനം സമാപിക്കുക. സ്വരാജിൻ്റെ പ്രചാരണാർത്ഥം കൂടുതൽ മന്ത്രിമാരും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടായ R ബിന്ദു, V അബ്ദുറഹ്മാൻ, P പ്രസാദ്, OR കേളു, GR അനിൽ എന്നീ മന്ത്രിമാർക്ക് പുറമെ ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ, P രാജീവ്, KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ എന്നീ മന്ത്രിമാരും പ്രചാരണത്തിൻ്റെ ഭാഗമാകും. വികസനം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDFൻ്റെ പര്യടനത്തിന് വിവിധ ഘട്ടങ്ങളിൽ UDF ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.